വർഷങ്ങളായി പുൽപ്പായ നെയ്യുന്ന ഒരു കൂട്ടം വനിതകളുണ്ട് തൃശ്ശൂരിലെ കിള്ളിമംഗലം എന്ന ഗ്രാമത്തിൽ. നെയ്ത്തിന്റെ സമ്പന്നമായ സംസ്കാരം ദൈനംദിന ജീവിതത്തിന്റെ താളത്തിൽ ഇഴചേർത്ത വ്യക്തികൾ. ഇന്ത്യയിലെ സംരക്ഷിക്കേണ്ട 42 പാരമ്പര്യ കരകൗശല ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കിള്ളിമംഗലം പുൽപ്പായയ്ക്ക് ആവശ്യക്കാർ ഏറുകയാണ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ കിള്ളിമംഗലത്താണ് പുൽപ്പായ നെയ്ത്ത് കേന്ദ്രമുള്ളത്. കുറുവൻ സമുദായത്തിൽപ്പെട്ടവരുടെ കുലത്തൊഴിലായിരുന്നു പുൽപ്പായ നെയ്ത്ത്. ഇവർ വീടുകളിൽ തറിയിൽ നെയ്തെടുത്താണ് ഉപജീവന മാർഗമായി നടത്തി വന്നിരുന്നത്. അന്യം നിന്നു പോകാതിരിക്കാനായി തുടങ്ങിയതാണ് ഇന്ന് പുൽപ്പായ നെയ്ത്ത് സൊസൈറ്റിയായി വളർന്നത്. 1950 രൂപവൽക്കരിച്ച സൊസൈറ്റി 1961 നിലവിൽ വന്നത്. ഇന്ത്യയിൽ സംരക്ഷിക്കേണ്ട 42 പാരമ്പര്യ കരകൗശലോൽപ്പന്നങ്ങളുടെ പട്ടികയിലാണ് കിള്ളിമംഗലം പുൽപ്പായ ഇടം നേടിയത്. വർണ്ണങ്ങളിൽ നെയ്തെടുക്കുന്ന പുൽപ്പായ ആകർഷണീയമാണ്. ഒരേ സമയം കൈയും കാലും ഉപയോഗിച്ചുള്ള പായ നെയ്ത്ത് നല്ല പരിശീലനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ഇത് 10-75 വർഷമായിട്ടുള്ള സൊസൈറ്റിയാണ്. ഇത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ബേസിലാണ് ഇവർ ചെയ്തു വന്നിരുന്നത്. കുറുവ കമ്മ്യൂണിറ്റി അവർ വീട്ടിൽ ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടായി അതിൽ ചെയ്തു വന്നിരുന്നതാണ്. ഇപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1953 സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ ഇതിൽ കുറേ പേര് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ കാലത്ത് കുറേ അവർ തന്നെ മാഷായിട്ട് അവർ തന്നെ പഠിപ്പിച്ചു കൊടുത്ത് ട്രെയിനിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല ഇത് നടത്തിക്കൊണ്ട്. ഒരു ഞങ്ങളെ പഠിപ്പിച്ച ചേച്ചി മാത്രമാണ് ഈ സൊസൈറ്റി ധൈര്യത്തോടെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത്. മുത്തങ്ങാപ്പുല്ലാണ് പായ നെയ്ത്തിന് ഉപയോഗിക്കുന്നത്. കിലോയ്ക്ക് 350 മുതൽ 400 രൂപ വരെയാണ് പുല്ലിന്റെ വില. ഇവ ചീന്തി വൃത്തിയാക്കി കളറുകൾക്കനുസരിച്ച് തരംതിരിച്ച് ചായക്കൂട്ടുകളിൽ കലർത്തി തിളപ്പിച്ചെടുക്കും. പിന്നീട് ഉണക്കിയെടുത്താണ് നെയ്ത്തിനുള്ള പുല്ലുകളാക്കുന്നത്. പാവിൽ നൂലിട്ട് അത് തറയിലേക്ക് ചേർത്ത് വെച്ച ശേഷമാണ് നെയ്ത്ത് ആരംഭിക്കുന്നത്. ഒരു പായ നെയ്തെടുക്കാൻ ഏകദേശം 10 ദിവസമെങ്കിലും വേണം. കിടക്കാനുള്ള പായകൾക്ക് പുറമെ നിസ്കാരപ്പായ, പന്തിപ്പായ, ടേബിൾ മാറ്റ്, കർട്ടൻ പായ എന്നിവയും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ നെയ്യുന്ന പായകൾ പരമ്പരാഗതമായിട്ട് നെയ്ത് വരുന്ന പായകളുണ്ട്. പല്ലക്ക്, അഗ്നിപ്പായ, അങ്ങനെ കുറേ ഡിസൈൻസ് ഉണ്ട്. ഇത് നമ്മൾ ഓരോ ഡിസൈനും ആദ്യം ഒരു സാധാരണ പായ നമുക്ക് 4-5 ദിവസം മതി. പക്ഷേ ഡിസൈൻസ് വരുമ്പോൾ അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ദിവസങ്ങൾ കൂടുതൽ വരും. പിന്നെ ഇത് ശരീരത്തിന് യാതൊരു ഉപദ്രവമില്ലാത്ത നാച്ചുറൽ പ്രൊഡക്റ്റാണ്. നമ്മളിതെല്ലാം കൈകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് ദിവസങ്ങൾ കൂടുതൽ വരുന്നു. ഒരു ദിവസം 200 രൂപയ്ക്ക് താഴെ മാത്രം വരുമാനമുള്ള ഈ തൊഴിലിനെ സംരക്ഷിക്കാനിറങ്ങിയ തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് സ്ഥാപനം നിന്നുപോകുന്നത്. വരുമാനത്തിലുപരി പായ നെയ്ത്ത് സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചുള്ള ബോധ്യവും തൊഴിലിനോടുള്ള താല്പര്യവുമാണ് ഇവരെ പിടിച്ചു നിർത്തുന്നത്. ഞങ്ങൾക്കിപ്പോൾ കൂലി കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഞങ്ങൾ. ഇതിന് ഈ ഒരു കലയോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങളിവിടെ 8 പേര് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ല. അത് ആവശ്യമാണ്. കാരണം മാർക്കറ്റിങ് കൂടുതലാക്കാനും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും കുറച്ച് ഞങ്ങൾ ഇതിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള സഹായങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ പ്രൊഡക്ട്സ് വിറ്റ് പോവുകയും വേണം, അത് മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യം വേണം. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും എങ്ങനെയായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. 1700 മുതൽ 5000 രൂപ വരെയുള്ള പായകളുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും പേരുകൾ തറയിൽ നെയ്തെടുത്ത് നൽകുന്ന സവിശേഷമായ പായകളും കിള്ളിമംഗലം നെയ്ത്ത് കേന്ദ്രത്തിൽ കാണാം. അമൃത ന്യൂസ്, തൃശ്ശൂർ.